ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ സിനിമ ഉണ്ടായത്. ഇത് നമ്മൾ കഥ പറഞ്ഞതിന് ശേഷം എൻ്റെ ഇവിടെ നമ്പറില്ലായിരുന്നു, കളഞ്ഞു പോയായിരുന്നു നമ്പർ. അപ്പൊ പുള്ളി മറ്റേ ആ വഴി പോവും, നടന്നു വന്നിട്ട് അവിടെ നിൽക്കും. ആക്ച്വലി വന്നിട്ട് പക്ഷെ സാധനം വന്ന് സ്റ്റക്ക്, പുള്ളി പോകും ആ വഴി. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട പടം ആസാദിയാണ്. പോടാ നീ പണിയെടുത്തു പറ. സീരിയസ് ആയിട്ട് ചെയ്ത കോമഡി ആയിപ്പോയി. എനിക്ക് സമാധാനമായിരുന്നു, ഡയലോഗ് പഠിക്കേണ്ട. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം ഞാൻ ഭാഗ്യത്തിന് ഡബിങ്ങിന് ഇപ്പൊ ഇവര് സ്റ്റുഡിയോന്ന് ഇറങ്ങി വരുന്ന ബിഫോർ ടേക്ക് ഷീസ് വെരി സ്വീറ്റ്, വെരി ഹംബിൾ. ചേച്ചിയുടെ പഴയ തെലുഗുവിൽ അഭിനയിച്ച സോങ്സ് ഒക്കെ ഞങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചിരുന്നു. ഷീസ് സ്റ്റിൽ ദേർ. ഞാൻ ഒതളങ്ങാത്തുരുത്തിൽ നിന്ന് വന്ന് രോമാഞ്ചത്തിൽ ചെയ്തു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടും ആദ്യം തന്നെ ഇവരോടൊക്കെ അഭിനയിക്കുക എന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല, ഒട്ടും ആക്സിഡന്റലി സംഭവിച്ചതാണ്. കലാകാരന്റെ മേളില് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് ഇസ് ബേസിക്കലി ഒരു സെൽഫിഷ് തോട്ടാണ് ആൾക്കാരുടെ. ഇത് നല്ലൊരു കാര്യമാണ്. നമ്മളെല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു എന്താ പറയുക ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിയാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യനാണ്. പഠനത്തിലും പരീക്ഷയിലും മുന്നിലെത്താൻ ഇനി നിങ്ങളോടൊപ്പം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വിദഗ്ധ അധ്യാപകരുടെ പരിശീലനം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യയിലൂടെ. കുട്ടികളുടെ പഠനത്തിൽ വിട്ടുവീഴ്ച വേണ്ട, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിജയം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ പ്രസൻസ് BV3 മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് BV3 നമ്മുടെ കൂടെ ആസാദി ടീമാണ്. ഹലോ, ഹായ്. എല്ലാവർക്കും ഫുൾ നല്ല ആസാദി, അത് ഫ്രീഡം കിട്ടി വന്ന് നല്ല സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് അല്ലേ? അല്ലേ? യെസ്, കൂൾ കൂൾ. ഓക്കെ, ആസാദി എന്ന് പറയുമ്പോൾ ശ്രീനാഥിന്റെ അടുത്ത് ചോദിക്കട്ടെ. ശ്രീനാഥ്, ആസാദി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിലറിൽ കണ്ടിടത്തോളം ഇത് നല്ലൊരു ആക്ഷൻ ത്രില്ലറാണ്. അതിനകത്തും ഈ പറയുന്ന പോലെ ഇടയ്ക്ക് നമുക്കിങ്ങനെ തോന്നുന്നു ഒരു വയലൻസ് ഉണ്ടോ എന്നൊക്കെ. എന്താണ് ശരിക്കും ആസാദി? ഏത് ജോണറിലുള്ള ഒരു മൂവിയാണ്? അതെ, ആസാദി ത്രില്ലറാണ്. ഈ പറഞ്ഞ ആക്ഷൻ ഉണ്ട് പടത്തില്. അപ്പൊ ത്രില്ലർ ജോണറിലുള്ള പടം. ഓക്കെ, അതിനകത്ത് വയലൻസ് അപ്പൊ ഉണ്ടോ? പറയാൻ പറ്റുന്നവണ്ണുള്ള പറഞ്ഞാൽ മതി, സസ്പെൻസിലുള്ള സംഭവങ്ങളൊന്നും പറയണ്ട. വയലൻസ് ഉണ്ട്, ആവശ്യത്തിനുള്ള വയലൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I mean, as you can see in the trailer. But basically the film is a thriller genre. അപ്പോ കുറച്ചൊക്കെ ഉള്ള ഇതുണ്ടാവും. ഞാൻ അധികം പറഞ്ഞു വെറുതെ അതിന്റെ ഒരു സസ്പെൻസ് കളഞ്ഞ് വെക്കുന്നില്ല എന്നുള്ളതിൽ അല്ലേ? ഓക്കെ, പൊതുവെ പക്ഷെ നിങ്ങൾ ഇതിനോട് നിങ്ങളുടെ 3 പേരോടും കൂടെ ഉള്ള ഒരു ചോദ്യമാണ്. നമ്മൾ പൊതുവെ അല്ല പറയാറുണ്ട്, സിനിമ നമ്മളെ എല്ലാവരെയും ശരിക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ല ഫീൽ ഗുഡ് മൂവീസ് ആണെങ്കിലും പറയണ വയലൻസിലാണെങ്കിലും എന്ത് ജോണറിലുള്ള ഇതാണെങ്കിലും. പക്ഷെ നിങ്ങൾക്കത് ഒരു സിനിമയിൽ നിൽക്കുന്ന ഒരാളും കൂടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനോട് എത്രത്തോളം യോജിക്കുന്നു? ശരിക്കും ഈ പറയുന്ന ഇപ്പൊ നമ്മൾ കുറെ വിവാദങ്ങളും ഈ ഇത്തരം വയലൻസ് ഒക്കെ സിനിമയിൽ വേണ്ട എന്നുള്ളതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾ 3 പേരും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? You start. Okay, I think yes, cinema will definitely influence a lot of people and everybody for that fact. പക്ഷേ നമ്മൾ it is end of the day a movie. അപ്പം അതിൽ കുറേ genres എടുക്കാം. It is a freedom to express what the director feels or the team feels about whatever concept they have. അപ്പം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ അതിൽ നിന്ന് നല്ലത് എടുക്കുക. വയലൻസ് ഉണ്ടാവും അതിൽ, ഡെഫിനറ്റ്ലി വില്ലൻ വിൽ ബി ഡെഡ് ബൈ ദി എൻഡ്. സോ അങ്ങനെ നമ്മൾ ആ ക്യാരക്ടർ ഫോക്കസ് ചെയ്യാതെ ഫോക്കസ് ഓൺ ദ ഗുഡ് പാർട്ട് ആൻഡ് ടേക്ക് വാട്ട് ഇസ് ഗുഡ് ആൻഡ് ജസ്റ്റ് ലീവ് ദ ബാഡ്. ദാറ്റ്സ് ഓൾ. എന്താ വെച്ചാൽ നമ്മുടെ മനുഷ്യന്റെ ഒരു സ്വഭാവം, ഒരു ബേസിക് ആയിട്ടുള്ള ഇതാണ് നല്ലതൊക്കെ പെട്ടെന്ന് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ചീത്ത കാര്യങ്ങളാണ് എപ്പോഴും അതെ, നമ്മൾ മറ്റുള്ള നെഗറ്റീവ് സാധനം നമ്മളിലേക്ക് പെട്ടെന്ന് നമുക്ക് കയറും. ആൻഡ് ദെൻ നമ്മുടെ സമൂഹത്തിൽ തന്നെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരിൽ ചില ആൾക്കാർ സിനിമേനെ ബ്ലെയിം ചെയ്യും. സിനിമയിൽ ഇങ്ങനത്തെ തരത്തിലുള്ള വയലൻസ് ഒക്കെ വല്ലാണ്ട് കാണിക്കുന്നു, അതുകൊണ്ടാണ് നമ്മുടെ ജനറേഷൻസ് എല്ലാം അതിനെ കോപ്പി ചെയ്തായ രീതിയിലേക്ക് പോണു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം സിനിമാക്കാർ പറയുന്നുണ്ട് സിനിമയിൽ എത്രയോ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തിലുള്ള ആൾക്കാർ നല്ലതും കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളത്. അബിന്റെ അതിനോടുള്ള ഒരു തോട്ട്? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂട്ടത്തോടെ തട്ടിയിടുമ്പോൾ നമ്മൾ അതെല്ലാം പോയി എടുക്കത്തില്ല. അതിൽ നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കത്തുള്ളൂ. നോക്കി എന്തായാലും നമ്മൾ എടുക്കത്തുള്ളൂ. അങ്ങനെ അബിൻ നല്ലതായിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യം എന്താണ്? എന്നാലും ഒരു പ്രേക്ഷകൻ ഇത്ര നാൾ, ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ് അബിൻ. പക്ഷേ അതിന് തൊട്ട് മുമ്പേ നമ്മൾ എല്ലാവരും സിനിമകൾ കാണുമ്പോൾ സിനിമയിൽ നിന്നും അബിന്റെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു നല്ലത് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പറയാൻ? ചിരിപ്പിക്കുക.
സന്തോഷിപ്പിക്കുക. അതാണ്. അത് തന്നെ വലിയൊരു കാര്യമല്ലേ അബിൻ? എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമേ അല്ല അത്. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്ത് ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം അബിൻ നന്നായിട്ട് അത് പറ്റുന്നുണ്ട് അല്ലേ? ശ്രീനാഥ്, how about you? എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കഥകളെല്ലാം ഇത് സിനിമയാണ്. നേരത്തെ ലൈക്ക് ഹൗ ഷീ സെഡ് ഇത് മൂവിയാണ്. അപ്പോൾ സിനിമേനെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി. എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കുന്നുണ്ട് എല്ലാവർക്കും. അത് ഒരു സിനിമയായിട്ട് തന്നെ ആൾക്കാർ പൈസ കൊടുത്ത് കാണാൻ വരുന്ന ഒരു ആർട്ടാണല്ലോ. ഇത് ഓൾറെഡി അവിടെ ഇല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ ഇതിനേലും അലമ്പായിട്ടുള്ള ഇതിനേലും എന്താ പറയാ സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയുന്ന സത്യമാണ്. റിയാലിറ്റി ഇത്രയും കൂടെ മോശമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സിനിമ അതിനെ നമ്മുടെ സൊസൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആർട്ടാണ്, ആർട്ട് ഫോമാണ്. ഐ തിങ്ക് മനുഷ്യർ എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ അതൊരു എക്സ്പ്രഷൻ മാത്രമായിട്ടാണ് എല്ലാവരും കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് കണ്ട് ആരും ചീത്തയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ കണ്ട് ചീത്തയോണ ഈസ് എ ബിറ്റ് ഇമ്മച്യൂർ ഐ തിങ്ക്. അങ്ങനെ അതിപ്പോൾ ആൾക്കാർക്ക് നമ്മൾ എന്താ പറയുക, അതിനുവേണ്ടിയാണല്ലോ ഇവിടെ റെഗുലേഷൻ ഉള്ളതും. ഇപ്പോൾ എ സർട്ടിഫിക്കറ്റും PG-13 എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ ഇത്ര പ്രായത്തിലുള്ള ആൾക്കാരെ ഇന്ന പടങ്ങൾ കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്താ പറയുക പരിജ്ഞാനമൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ അതിനുശേഷം ഓരോ സിനിമകൾ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ ഇതിനേലും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷെ സിനിമേനെ കുറ്റം പറയാൻ എളുപ്പമാണ്, സിനിമക്കാരെ കുറ്റം പറയാൻ എളുപ്പമാണ്. എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു എളുപ്പമായിട്ട് പെട്ടെന്ന് അവൈലബിൾ ആണ് ഇങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട്. അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് ഈസ് എ ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ സമൂഹത്തിലുള്ള നല്ലതും ചീത്തയും ഉള്ളതും ഇല്ലാത്തതും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ സിനിമ എന്ന് പറയുന്നത്. അതിനൊരു എക്സ്പ്രഷൻ നല്ല രീതിയിൽ ഇല്ലാത്തൊരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യണ്ട അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യർ ശരിക്കും സിനിമയായിട്ട് തന്നെയാണ് കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, തുടരും. ഞങ്ങൾ എല്ലാവരും കണ്ടു, എനിക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇപ്പം കുറേ സിനിമകളായിട്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനകത്തും എങ്ങനെയാണ് ഞങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണോ അതോ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞു ഇതൊരു ത്രില്ലർ, ഒരു ആക്ഷൻ ത്രില്ലർ സംഭവമാണ്, അപ്പൊ അതിനകത്ത് ചിരിപ്പിക്കുന്നതിനുള്ള ഒരു സ്പേസ് ഉണ്ടോ? അതിന്റെ ക്യാരക്ടർ എന്താണ് ഇതില്? ഇതിന്റെ അത് ജിനു എന്നുള്ളൊരു ക്യാരക്ടറാണ്. ശ്രീനാഥനെ സഹായിക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ചിരിപ്പിക്കാനായിട്ടല്ല, ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട പടം ആസാദിയാണ്. പണിയെടുപ്പിച്ചു. പക്ഷെ നമ്മുടെ രവീണപ്പൊ കൂടെ ഇരുന്ന് നിങ്ങൾ ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അതെന്താ അഭിൻ ചെയ്യുന്ന കാണുമ്പോ തന്നെ രവി എനിക്ക് ചിരി വരുമോ? ഇല്ല, അങ്ങനെയല്ല. ഹി എക്സ്പ്രസ്ഡ് റിയലി വെൽ. ലൈക്ക് ഹി സെഡ് കുറച്ച് സീരിയസ് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയും ഒരു സൈഡ് ഉണ്ട് എന്നുള്ളത് ഡയറക്ടർ അഭിനയിക്കുന്നില്ലേ അവിടെ? സീരിയസ് ആയിട്ട് ചെയ്ത കോമഡി ആയിപ്പോയോ? അല്ല, അതെന്താ ഒരു ആൾക്കാരുടെ ഒരു പ്രീ ജഡ്ജ്മെന്റ് ആണ്. ഇതുവരേക്കും അഭിൻ സ്ക്രീനിൽ വരുമ്പോ എപ്പോഴും നമ്മളെ ചിരിപ്പിക്കും. അവന്റെ പ്രസൻസ് കാണുമ്പോൾ തന്നെ ഇതാ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തെങ്കിലും അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് നിങ്ങളുടെ അവിടെ ചിരിപ്പിക്കുന്ന ഒരു സീനായിരിക്കും എന്ന്. അപ്പൊ അവിടെ വേറിട്ടൊരു രീതിയിൽ അവിടെ കാണുമ്പോഴുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ശരിക്കും കഷ്ടപ്പെട്ട് അഭിനയിക്കേണ്ടി വന്നു അതോ? ആണ്, എടുപ്പിച്ചു നമ്മുടെ ജോ ജോർജ് അല്ലേ? എന്ത് ഇമോഷൻ അതിനകത്ത് കൂടുതലും അഭിൻ ചെയ്യണത്? ദേഷ്യമാണോ, സെന്റിമെന്റൽ ആണോ, എന്താ? ദേഷ്യമല്ല, അതിനേക്കാൾ കൂടുതൽ സെന്റിമെന്റ്സ് പരിപാടി. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെയായിരിക്കും വാഴത്തിലേക്ക് ഇറങ്ങാൻ പോണെ, അങ്ങനെയൊക്കെ പറയാം അല്ലേ? ഇനിയിപ്പോ പറഞ്ഞില്ലേ, അത് കുഴപ്പമില്ല. അല്ല, എന്താണെന്നൊന്നും പറഞ്ഞില്ലല്ലോ, അത്ര മാത്രല്ലേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് റോൾ. എപ്പോഴും യൂഷ്വലി ആൾക്കാർ കാണുന്ന അതിന്റെ ഒരു റോളായിരിക്കില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കുറെ ഡെപ്ത് ഉള്ള അടിപൊളി കഥാപാത്രമാണ്. ഓക്കെ, അപ്പൊ ഇപ്പോ സാധാരണ പൊതുവെ പിന്നെ എല്ലാരും പറയാറുള്ളതാണ് ചിരിപ്പിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഇപ്പം അബിൻ പറയണു അബിൻ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ട് ഈ ഒരു ഇത് ചെയ്യാനാണ് എന്നുള്ളത്. അതെന്തുകൊണ്ടാ? അബിൻ ഒരുപക്ഷെ മറ്റേതിൽ ഭയങ്കര യൂസ്ഡ് ആയതുകൊണ്ടാണോ? ആയിരിക്കാം. അതിവന്റെ പൊതുവെ എപ്പോഴും നല്ല എല്ലാരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? ആണ്.
പറ്റുമ്പോഴൊക്കെ. പറ്റുമ്പോഴൊക്കെ. അപ്പൊ ശ്രീനാഥ് നിങ്ങളെയൊക്കെ കുറെ ചിരിപ്പിച്ചിട്ടുണ്ടോ സെറ്റിൽ അദ്ദേഹം? ഓൾവേസ് എപ്പോഴും 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 ലൈവ് ആണ് ആള്. ആ എന്തൊരു നല്ല കാര്യമാണ്. പക്ഷെ എന്നെക്കാളും ചിരിപ്പിച്ചിട്ടുള്ളത് ജോയേട്ടനാണ്, നമ്മുടെ ഡയറക്ടറോ? പിന്നെ വേറെ ലെവലാണ്. വേറെ ലെവലാണോ? ഇങ്ങനെ ഒരു ആക്ഷൻ ത്രില്ലർ ചെയ്യുമ്പോഴും അദ്ദേഹം നിങ്ങൾ എങ്ങനെയൊക്കെയാ അപ്പൊ ചിരിപ്പിച്ച് എന്റർടൈൻ ചെയ്തോണ്ടിരുന്നേ? ഫുൾ കോമഡി അല്ലേ? ഫുൾ കോമഡിയാണ്. എന്തെങ്കിലും ഒന്ന് പറയൂ, എന്തെങ്കിലും ഒരു സീക്വൻസ്, ഒരു നല്ല മെമ്മറി. ഇവൻ വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് സംസാരിക്കാനായിട്ട് നടന്നു വരും. ഇപ്പൊ മച്ചാൻ നടന്നു വന്നിട്ട് പക്ഷെ പുള്ളിക്ക് വരുന്ന വഴിക്ക് ഓർമ്മ വരും. അപ്പൊ പുള്ളി മറ്റേ ആ വഴി പോകും. നടന്നു വന്നിട്ട് അവിടെ നിൽക്കും. ആക്ച്വലി വന്നിട്ട് പക്ഷെ സാധനം വന്ന് സ്റ്റക്ക് പുള്ളി പോകും ആ വഴി. അപ്പൊ അത് ഒന്നാണ്. അങ്ങനത്തെ ഒരു 10-50 എണ്ണം ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. He's amazing. അപ്പോൾ അല്ല, ഇങ്ങനത്തെ ഒരു പടവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര നല്ല എക്സാമ്പിൾ ആയിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്. അപ്പോൾ സെറ്റിൽ എല്ലാവരുടെ അടുത്തും അവൻ പെരുമാറണം എങ്ങനെയാണെന്നുള്ള. ഈസ് എ വെരി ഹംബിൾ ഗായ്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ, ബാക്കി ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈ സിനിമയിലുള്ള ജോ ആൻഡ് സാഗർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ സിനിമ ഉണ്ടായത്. ഇവർ വന്ന് കഥ പറഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ ഇവരുടെ നമ്പറില്ലായിരുന്നു, കളഞ്ഞു ആയിരുന്നു നമ്പർ. എന്നുവെച്ചാൽ ഐ കുഡൻറ്റ് സേവ് ഇറ്റ്. അപ്പോൾ കുറേ കഥകൾ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കഥയുടെ ആൾക്കാരുടെ നമ്പറില്ലായിരുന്നു. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം ഞാൻ ഭാഗ്യത്തിന് ഡബിങ്ങിന് പോയപ്പോൾ ഇവർ സ്റ്റുഡിയോന്ന് ഇറങ്ങി വരുന്ന സോ അങ്ങനെ ഐ ഗോട്ട് ദ നമ്പേഴ്സ് ബാക്ക് ആൻഡ് ഐ മെറ്റ് സാഗർ ആൻഡ് ജോ ലൈക്ക് ദാറ്റ്. അവർ ഭയങ്കര നല്ല ഹ്യൂമൻ ബീങ്സ് ആണ്. വളരെ ഇപ്പോൾ സാഗർ ഈ പറഞ്ഞ പോലെ ചാമ്പോയി പോലെ എഴുതുന്ന ഒരു കക്ഷിയാണ്. ഹി ക്യാൻ റൈറ്റ് എ ലോട്ട്. അപ്പം കുറെ എന്താ പറയാ, അങ്ങനെ ഭയങ്കര ബ്ലെസ്ഡ് ആണ് അദ്ദേഹം. സാഗറും ജോയും കൂടെ വന്ന് കഥ പറഞ്ഞ സമയത്ത് ശ്രീനാഥ്, അപ്പൊ അവർക്ക് ശ്രീനാഥിൽ നിന്ന് കിട്ടിയത് ഇവ സമ്മതിക്കോ അതോ സമ്മതിക്കില്ലയോ അങ്ങനെയാണോ? ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ് പ്രിസൺ ബ്രേക്ക്. അപ്പം പ്രിസൺ ബ്രേക്ക് സബ്ജക്റ്റ് ആണ്. അപ്പം പക്ഷെ അത് വേറെ ഒരു സ്പേസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അത് തന്നെ ഭയങ്കര ബ്രില്യൻറ്റ് റൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇവരുടെ പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാസ്റ്റും, ഇപ്പോൾ ടി ജി അങ്കിള്, വാൻ ചേച്ചി, ലാൽ സർ, ഹെർ, ഹിം, ഓൾ ദീസ് ഗൈസ് ഹവ് ബീൻ ലൈക്ക് എ ബ്ലെസ്സിങ്. ആ ഭയങ്കര ടീം വർക്ക് ആയപ്പോഴേക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നപ്പോഴേക്കും വലിയ ബ്ലെസ്സിങ് ആയി അവിടെ. ഐ ബിലീവ് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടായതുകൊണ്ടാണ് ഐ ബിലീവ് ഇങ്ങനത്തെ ഒരു നല്ല ട്രെയിലറും ആൾക്കാർ ഇങ്ങനത്തെ ഒരു റിയാക്ഷനും തരണം. ഐ ഹോപ്പ് പീപ്പിൾ ലൈക്ക് ഇറ്റ്. കാരണം ഒരു ജെനുവിൻ എഫേർട്ടാണ് എല്ലാവരുടെയും. അതെ, അല്ല ഞാൻ ചോദിച്ചതല്ല, മുമ്പേ കഥ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീനാഥിന് നമ്പർ സേവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നീട് ഡബിങ് സ്റ്റുഡിയോയിൽ ഇവരെ കണ്ടതുകൊണ്ട് കറക്റ്റ് നമ്പർ കിട്ടി യെസ് പറയാൻ പറ്റി. പക്ഷെ അവർ വന്ന് കഥ ബ്രീഫ് ചെയ്ത സമയത്ത് അവർക്ക് എന്തോ തോന്നി, ശ്രീനാഥ് സമ്മതിക്കും എന്നാണോ? ചോദിക്കൂ, ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെയല്ല, അവർക്ക് ഇഷ്ടായി, എനിക്കും ഇഷ്ടായി സംഭവം. I didn't ask them about it. എന്താ വിചാരിച്ചത്? സമ്മതിക്കും നാടോ? സമ്മതിക്കും തന്നെയാണ്. എന്നുവെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു നേരത്തെ. That's why I was answering your question. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കേൾക്കല് വളരെ ചുരുക്കമാണ്. അപ്പോൾ അത് അപ്പം തന്നെ ക്ലിക്കാവും നമ്മൾ. അല്ല, അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ ശ്രീനാഥ് പറഞ്ഞു, ഒരേ സമയത്ത് വേറെ കഥകളും കേട്ടപ്പോ അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഇതാണെന്ന് തോന്നി, അത്രയും ഇഷ്ടപ്പെട്ടു അതെ എന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയൊരു സംഭവമുണ്ട്, പ്രീ ജഡ്ജ്മെന്റ്. അത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ എന്തൊക്കെ നല്ല രീതിയിൽ ചെയ്താലും മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും, എക്സ്പെക്ടേഷൻ ഉണ്ടാവും, നമ്മൾ ഇങ്ങനെ ചെയ്യണം. അത് നമ്മുടെ വീട്ടിൽ നിന്നേ ഉണ്ട്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ കുറിച്ച് ഒരു വിചാരണ, നമ്മുടെ ഫ്രണ്ട്സ്, പിന്നെ നിങ്ങൾ സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്വിയസ്ലി സൊസൈറ്റിക്ക് നിങ്ങളുടെ മേളിൽ ഒരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രീ ജഡ്ജ്മെന്റ് വരുമ്പോൾ നമ്മുടെ ഫ്രീഡത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രീ ജഡ്ജ്മെന്റ് ഐ ബിലീവ് ഈസ് എ പ്രോബ്ലം നമ്മുടെ. അത് എൻ്റെ പ്രശ്നമല്ലല്ലോ, അത് എൻ്റെ സ്ട്രഗിളേ വേറെയാണെന്ന് തോന്നുന്നു. ഇത് ഇപ്പം ഇങ്ങോട്ട് വരുന്ന ഒരു പ്രശ്നമാണല്ലോ ആസ് എൻ ആർട്ടിസ്റ്റ്. ഐ ബിലീവ് നമ്മളൊരു സിനിമ ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ ആക്ടറായിട്ട് ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ വരുന്ന ഒരാളെന്നുള്ള ഇതിൽ അത് ഇങ്ങോട്ടേക്ക് വരുന്നൊരു പ്രശ്നമാണല്ലോ. അതിനപ്പോൾ എങ്ങനെ തരണം ചെയ്ത് ഫുൾ ഇൻറ്റഗ്രിറ്റിയിൽ നമ്മുടെ കാര്യം ചെയ്യാന്നുള്ളത് മാത്രമാണ് ആക്ച്വലി എൻ്റെ സ്ട്രഗിൾ. ബാക്കിയൊക്കെ പുറത്തുനിന്നുള്ള നോയ്സായിട്ടാണ് ശരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വളരെ ഇൻറ്റഗ്രിറ്റിയോടെ ഒരു കാര്യം ചെയ്തു പോവുകയാണ്. നമ്മളിപ്പോൾ
ബാക്കിയുള്ള പ്രശ്നങ്ങളെയും ബാക്കിയുള്ള ഇതിനെയും നമ്മൾ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിന് എന്താ പറയുക, അതിനെ നമ്മുടെ വർക്കിനെയും നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റിനെയും നമ്മുടെ ഒരു എന്താ പറയുക സോളിനെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഐ ബിലീവ് ആസ് എൻ ആർട്ടിസ്റ്റ് ഷുഡ് ഡു. നമ്മളപ്പോ അത്രയും സ്ട്രോങ് ആവണം അല്ലേ? ഇറ്റ് ജസ്റ്റ് മേക്സ് യു സ്ട്രോങ് ബിക്കോസ് യു നോ വാട്ട് യു ആർ ഡൂയിങ്. അപ്പോൾ ബാക്കിയുള്ളത് ഇതാണ് ജോലി, ഇത് ജോലിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഐ ബിലീവ് ഇപ്പം എൻ്റെ കറണ്ട് സിറ്റുവേഷൻ. കാരണം ബാക്കിയുള്ളതൊക്കെ എനിക്ക് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനേലും മേളിലാണ്. കാരണം എനിക്ക് ഐ എം ജസ്റ്റ് ആൻ ആക്ടർ, ഞാനിവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ ജോലി ചെയ്യാന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ ഐ ഡോണ്ട് വാണ്ട് ടു എന്താ പറയുക അതിന് എല്ലാവരെയും എപ്പോഴും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഉള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമുക്ക് അവർ ഉദ്ദേശിക്കുന്ന പോലെ കൊടുക്കാൻ പറ്റിയെന്നും വരില്ല. നമ്മളൊരു ആർട്ടിസ്റ്റ് മാത്രമാണ്. നമ്മൾ എന്താ പറയുക നമ്മളെ ആർട്ടിനെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മളെല്ലാവരെയും പോലെ ബാക്കിയുള്ള മനുഷ്യരെയൊക്കെ പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഐ ഗെറ്റ് ടു ഡു ദിസ്, ഇതുണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് സിനിമ ഉണ്ടാക്കാം, പിന്നെ അഭിനയിക്കാം. ഷീ കൻ കം ഹിയർ ആൻഡ് മേക്ക് ഫിലിംസ് ഇൻ 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഇതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ സിനിമ മാത്രം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പുറകെ ഒന്ന് ജീവിക്കണമെന്നോ അത് അവരെങ്ങനെ ജീവിക്കണം എനിക്ക് അങ്ങനെ ജീവിക്കണമെന്നോ അതിലൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതങ്ങനെയൊന്നും ഇല്ല ആർക്കും. ആക്ച്വലി ഞങ്ങളെല്ലാവരും സാധാരണക്കാരാണ്. ഇഫ് യു ബിലീവ് ഐ കൻ ഓൺലി ടോക്ക് അബൌട്ട് എൻ്റെ ജനറേഷൻ. ഐ ബിലീവ് ബിക്കോസ് വി ആർ ഓൾ പുതിയ പിള്ളേർ, പുതിയ എന്താ പറയുക ഈ ഇടയ്ക്ക് വന്ന് അഭിനയിച്ചു തുടങ്ങിയ കുട്ടികളാണ്. അപ്പോൾ വളരെ സാധാരണയായിട്ടാണ് ഇപ്പോഴും കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനത്തെ മാനസികാവസ്ഥയിൽ ഇതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിനൊരു പുറത്തൊരു പ്രശ്നമായിട്ട് മാത്രമേ, എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് അത് ഇല്ലാത്തൊരു കാര്യമാണ് ഇങ്ങോട്ടേക്ക് വന്ന് വീഴുന്നത്. വെൻ യു ആർ ആക്ച്വലി ലിവിങ് യുവർ ലൈഫ് വളരെ നോർമലായിട്ട്. അപ്പോൾ ഇതിനെ ഒരു എന്താ പറയുക ഒരു എക്സ്റ്റേണൽ ഇഷ്യൂ ആയിട്ട് കണ്ടിട്ട് ആസ് എൻ ആർട്ടിസ്റ്റ്, ഇത് ആർട്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെന്നുള്ളൊരു എന്താ പറയുക ഒരു ഗ്രേറ്റ്ഫുൾ സ്ഥലത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എപ്പോഴും അതിനെ അഫക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ആൾക്കാർക്ക് വീണ്ടും നല്ലൊരു എൻ്റർടൈനർ, നല്ല എന്താ പറയുക മ്യൂസിക്, നല്ല സിനിമകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ രവീണയ്ക്ക് ഇത്തരത്തിലുള്ള ഫീൽ ഉണ്ട്? ഇപ്പം അമ്മയുടെ തന്നെയാണെങ്കിലും അമ്മ വീട്ടിൽ നിന്ന് എന്തായാലും മോളെ ഡബിങ്ങിന് പോയപ്പോഴാണെങ്കിലും അമ്മ അതിലൊരു നല്ലൊരു അതോറിറ്റി ഇതിൽ നിൽക്കുകയാണ്. അപ്പം അമ്മയുടെ ഭാഗത്തു നിന്നുള്ളൊരു അഡ്വൈസ് തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പം അമ്മ അതുപോലെ എന്താ പറയുക എക്സ്പെക്ട് ചെയ്യുന്നതും ഉണ്ടാവാം രവീണയുടെ ഭാഗത്തു നിന്ന്. ഇതേപോലെ തന്നെ ആക്ടിങ്ങിലേക്ക് പോയപ്പോഴാണെങ്കിലും അപ്പം അമ്മയുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ഒരു രീതി, അത് തന്നെയാണോ രവീണ പോകുന്നത്? അതോ അമ്മയുടെ ജഡ്ജ്മെന്റിൽ എപ്പോഴെങ്കിലും ഒരു നിങ്ങൾ തമ്മിൽ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അങ്ങനെ എന്തെങ്കിലും? ഡെഫിനറ്റ്ലി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്തായാലും ഉണ്ടാവും. ഹീസ് ഫ്രം എ ഹോൾ ഡിഫറെന്റ് ജനറേഷൻ. നമ്മൾ വി ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. സോ ബട്ട് ബേസിക്സ് ആർ എന്തായാലും ഒരേ സംഭവം തന്നെ ആയിരിക്കും. പക്ഷെ ദ ഡിഫറൻസസ് എല്ലാവർക്കും ഈ പ്രോബ്ലംസ് ഉണ്ടാവും. ബട്ട് ഫോക്കസ് ഇസ് ദെയർ. മീഡിയ ഇസ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ സിനിമ പീപ്പിൾ. സോ ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ആൻഡ് അതിനെ നമ്മൾ പ്രീതിപ്പെടുത്താനോ അല്ലെ എന്താ പറയുക, അത് ലൈക്ക് ഹി സെഡ് we are here to work. End of the day നമ്മളൊരു ജോലിയാണ് ഇത്. എൻഡ് ഓഫ് ദി ഡേ അത് നമ്മൾ എത്രത്തോളം 100% നമ്മൾ ഇന്റഗ്രിറ്റിയോടെ നമ്മൾ ചെയ്യുന്നു, we get the benefit for it. So yeah. Okay. അല്ലാതെ വലിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ മൂവി. അതെല്ലാവർക്കും അതിൻ്റെതായ എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഉണ്ടാക്കുന്ന ആൾക്കാർക്കുണ്ട്. അങ്ങനത്തെ പടങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പം അല്ലാണ്ട് ഒരു എന്താ പറയുക ഒരു കലാകാരൻ്റെ മേളിൽ നിങ്ങളിങ്ങനെ ആയിരിക്കണം നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് ഇസ് ബേസിക്കലി ഒരു സെൽഫിഷ് തോട്ടാണ് ആൾക്കാരുടെ. ഇത് നല്ലൊരു കാര്യമാണ്. നമ്മളെല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു എന്താ പറയുക ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിയാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യനാണ്, ഒരു സാധാരണ കുറവുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. എങ്ങനെ ഒരു മനുഷ്യനെ ദൈവമാക്കണം നിങ്ങളെല്ലാവരും കൂടെ? പക്ഷെ അതൊരു സമൂഹം നിങ്ങളെ കാണുന്നത്, അതുകൊണ്ടാണല്ലോ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങളെ ആരാധിക്കുകയാണ്. നിങ്ങൾ ചെയ്തു പോയ കഥാപാത്രങ്ങളെയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ആ കഥാപാത്രങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങളിൽ ഓരോരുത്തരാകുമ്പോൾ സൊസൈറ്റി നിങ്ങളുടെ മേളിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കണം. ഓക്കെ, നിങ്ങൾ ഈ ഒരു നല്ല വഴിക്ക് നടക്കുക, നല്ല നമ്മള് നിങ്ങളിൽ നിന്നും അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് ആണ് അവിടെ വന്നു പോകുന്നത്. അത് ഓക്കെയാണ്. ദാറ്റ് ഈസ് എ നോർമൽ തിങ് ടു സേ. ലൈക്ക് യു ഹാവ് ടു ലിവ് യുവർ ലൈഫ്. ഇവിടെ ജീവിക്കുകയാണ്, ഈ നാട്ടില് എല്ലാവരെയും പോലെ സാധാരണക്കാരനെ പോലെ ജീവിക്കുകയാണ്. അതിൻ്റെതായ ഒരു പൊതുവായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവരും പാലിക്കണം. അതിൻ്റെ റൂൾസും അതിൻ്റെ കാര്യങ്ങളും അതിൽ എന്തൊക്കെ തെറ്റ് വന്നാൽ അതിൻ്റെ ശിക്ഷകൾ കിട്ടണം. അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോകണം. അതൊരു സാധാരണ ഒരു സ്ഥലത്തുള്ള
ഒരു നിയമമാണ്, അതിനെല്ലാവരും പാലിക്കണം. അതിനൊന്നും ഒരു തെറ്റുമില്ല. അതങ്ങനെ തന്നെയാണ്. ആ റെസ്പോൺസിബിലിറ്റി എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. അതിപ്പോൾ ആർട്ടിസ്റ്റ് ആയാലും ആർട്ടിസ്റ്റ് അല്ലെങ്കിലും ഉണ്ട്, നോർമലാണ്. അതൊരു എന്താ പറയുക, സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അതിനെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് എടുത്ത് പൊക്കുമ്പോഴാണ് അതിലൊരു പ്രശ്നം ഉണ്ടാവണം. അല്ലാണ്ട് എവ്രിബഡി ഈസ് നോർമൽ. ഈ എന്താ പറയുക, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യം, ഇതുപോലത്തെ നമുക്ക് പടങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്, ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദൈവം തന്നിരിക്കുന്ന ബ്ലെസ്സിങ് ആണ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ സൊസൈറ്റിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് ട്രൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത്, ആൾക്കാർ എന്താ പറയുക, ഫോഴ്സ്ഫുള്ളി ഒരാളിൽ നിന്ന് കുറെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മനുഷ്യനാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ആരായാലും നിങ്ങളെയും കൂടെ മനസ്സിലാക്കുക, എല്ലാ ആർട്ടിസ്റ്റും. അബിൻ, എല്ലാവരുടെയും സിനിമയിലേക്ക് വരുമ്പോഴത്തെ ഒരു വലിയൊരു മോഹമാണ്, പ്രത്യേകിച്ചും എല്ലാ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞാലും നമ്മുടെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂക്ക, മോഹൻലാൽ എന്ന് പറയുന്നത്. അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും എത്ര സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമല്ലേ, നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ്. അഭിനയെ സംബന്ധിച്ച് ഇപ്പോ മമ്മൂക്കയുടെ കൂടെയും ലാലേട്ടന്റെ കൂടെയും എല്ലാം അഭിനയിച്ചിരിക്കുകയാണ്. ആ ഒരു സന്തോഷം, ആ ഒരു ഫീൽ എങ്ങനെയാണ് അബിൻ? ശരിക്കും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് കിട്ടിയ. ഇപ്പം ആദ്യം ഞാൻ അഭിനയിക്കുന്ന ബസൂക്കയിലായിരുന്നു. അതിൽ നിന്നാണ് എന്നെ ടെർബോയിലേക്ക് വിളിക്കുന്നത്. അപ്പം ടെർബോ ചെയ്ത് കഴിഞ്ഞപ്പോഴും രോമാഞ്ചം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വിളിക്കുന്നത് ബസൂക്കയിലായിരുന്നു. അപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവരോട് ആദ്യം എനിക്ക് പുഴുവിൽ ഒരു ഇത് കിട്ടിയായിരുന്നു, ഓഡീഷൻ എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് ബസൂക്കയിൽ വിളിച്ചു, പിന്നെ ടെർബോയിൽ വിളിച്ചു. അപ്പം ഒരിക്കലും ഇപ്പം ഞാൻ ഒതളങ്ങാത്തുരുത്തിൽ നിന്ന് വന്ന് രോമാഞ്ചത്തിൽ ചെയ്തു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടും ആദ്യം തന്നെ ഇവരോടൊക്കെ അഭിനയിക്കുക എന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല, ഒട്ടും ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. അപ്പം ഷോക്കായിരുന്നു ശരിക്കും, സത്യം പറഞ്ഞാല്. അങ്ങനെ വിളി വന്നപ്പോ തന്നെ പേടിച്ചു. വിശ്വസിച്ചോ ഈ വിളി വന്നപ്പോ ഇത് യഥാർത്ഥമായിട്ട് വിളിക്കുകയാണോ? ആദ്യം വിശ്വസിച്ചില്ല, പിന്നെയും വിളിച്ചപ്പം ഓക്കെ ആയി. പിന്നെ തരുൺ ചേട്ടനാണ് തുടരിലോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച് വിളിക്കുന്നത്. വല്ലാത്ത അനുഭവം തന്നെ ആയിരുന്നു. അപ്പൊ അവരുടെ അഭിനയിക്കുമ്പോ ടേക്കിൽ പോകുമ്പോ ഇപ്പൊ ലാലേട്ടന്റെ കൂടെയുള്ള സീനുണ്ട്, മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു സീൻ, ഇങ്ങനെയൊക്കെ ടേക്ക് എടുക്കുന്ന സമയത്തും ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടോ? റീടേക്ക് കുറെ പോണ്ടി വരും, അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? റീടേക്കിന്റെ കാര്യത്തിൽ ടെൻഷൻ വരും, കാരണം നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇത് വരുമ്പം ടേക്ക് പോകുന്നോണ്ട് ടെൻഷൻ വരും. പിന്നെ രണ്ടുപേരും ആ രീതിയിൽ നമ്മളെ കെയർ ചെയ്തായിരുന്നു, അതുകൊണ്ട് പിന്നെ അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അവരുടെ കൂടെയൊക്കെ അഭിനയിച്ച് കൂടെ ഇതിനകത്ത് ശ്രീനാഥിന്റെ കൂടെ അഭിനയിക്കുകയാണ്. അപ്പോ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാ? പല രീതിയിലുള്ള അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അവർ അത്രയും വലിയ സീനിയർ, നമ്മള് മമ്മൂക്ക, മോഹൻലാൽ, നമ്മൾ ആ ഒരു സീനിയർ ലെവലിൽ കാണുകയാണല്ലോ. അപ്പൊ അതേപോലെ തന്നെ ശ്രീനാഥും അതേ സീനിയർ ആക്ടറാണ്. അപ്പൊ ഇവരുടെ കൂടെ വരുമ്പോഴും ആ ഒരു ഫീൽ ഒക്കെ എങ്ങനെയാ ശരിക്കും അബിൻ? നിങ്ങൾ എല്ലാവരുടെ അടുത്ത് പോകുമ്പോഴും ഇപ്പൊ നിങ്ങൾ നമ്മൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. അപ്പൊ പരിചയമില്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു എപ്പോഴും പൊതുവെ ആ ഒരു ടെൻഷനോ ഫീൽ അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ? അപ്പോ എനിക്ക് പൊതുവെ അങ്ങനെയാണ്, ഒരു സീനിയർ ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോയി സംസാരിക്കാൻ അങ്ങനെയില്ല. കാര്യം ഞാനിപ്പോ വരുന്ന ഒരാളാണ്. ഇവർക്കൊക്കെ ശ്രീനാഥ് എന്ന് പറയുമ്പോ അയ്യോ ശ്രീനാഥ് ഭാസി ഞാനിപ്പോഴല്ലോ എനിക്ക് മുന്നേ. പക്ഷെ I was very nice at the set. ഇല്ലല്ലേ സെറ്റില് പൊളിയായിരുന്നു. ഓക്കെ, ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് യെസ് ദേ ആർ യുണീക്ക്. ഇതാണ് സെഗ്മെന്റിന്റെ പേര് തന്നെ. അതായത് ഞാൻ ഓരോരുത്തരുടെയും പേര് പറയാം, അവരെങ്ങനെ യുണീക്ക് ആവുന്നു, നിങ്ങൾക്ക് അവരോടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? ശ്രീനാഥിൽ തന്നെ തുടങ്ങാം. ആസിഫ് അലി. ലോയൽ ഫ്രണ്ട്. അപ്പൊ ഇപ്പം ആസിഫിന്റെ ജേർണി തന്നെ നോക്കുകയാണെങ്കിൽ 2024 മുതൽ ഇപ്പൊ 25 ആണെങ്കിലും ഒക്കെ ആസിഫ് തൊട്ടതെല്ലാം പൊന്നായിക്കൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം ബാക്ക് ടു ബാക്ക് നല്ല നല്ല മൂവീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നു. അപ്പൊ ആ ഒരു യാത്ര, ആ ഒരു ജേർണി ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇവന്റെ ജീവിതത്തിൽ അത് സംഭവിക്കണമെന്ന് അന്നേരത്ത് എനിക്ക് സന്തോഷമാണ്. കാരണം ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ്. നമ്മൾ എന്നേലും കുറച്ച് മുന്നേ തുടങ്ങിയാണ് സിനിമയിൽ. എന്നോട് ശ്യാം പ്രസാദ് സാർ പറഞ്ഞിട്ടുണ്ട്, ആ കഥാപാത്രം ഋതുല കഥാപാത്രം നിനക്ക് ചെയ്യാറുണ്ട്, നീ നേരത്തെ ഓഡിഷൻ ചെയ്യണമായിരുന്നു. ലൈക്ക് ഐ ബിലീവ് ലൈക്ക് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് നൗ എന്നെ ടിക്കറ്റ് ആക്കിയെന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവനെടുത്തിട്ടാണ് ഹീറോ ആയിട്ട്. അപ്പോൾ ബിക്കോസ് ഹീ ഈസ് എ ബെറ്റർ പ്രോസ്പെക്ട്. അപ്പോൾ അന്ന് എനിക്ക്
പറഞ്ഞ പോലെ എന്നെ ബാൻ ചെയ്യുകയും എൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ഇത്രയും പൈസ മുടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ടേക്കൻ മീ ഔട്ട് ആൻഡ് എന്നിട്ട് ആസിഫിനെ അടുത്ത് വെക്കുന്നത്. അപ്പോൾ ആസിഫ് അപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു നായകനെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നാം. പക്ഷേ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ എൻ്റെ ജീവനാണ്. അപ്പോൾ ഐ എം ഹാപ്പി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അവസ്ഥകളാണ്. എനിക്ക് ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ അവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ നേരെ വരുന്നത് ഇങ്ങോട്ടാ മഞ്ഞുമലിലേക്കാണ്. അപ്പോൾ അവൻ മഞ്ഞുമലി ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര നമ്മുടെ എല്ലാവരുടെയും ലൈഫ് അങ്ങനെ ഭയങ്കര എന്താ പറയാ ഒരുമിച്ചാണ്. അപ്പോൾ എന്നെ പോലെ തന്നെ സന്തോഷമാണ്. അവൻ എന്തെങ്കിലും അടിപൊളി അവനിങ്ങനെ അടിപൊളിയായിട്ട് പൊളിക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. വെരി ഗുഡ്. ഇനി മകളുടെ അടുത്ത് ചോദിക്കാൻ എനിക്ക് വേറെ പേരൊന്നുമില്ല, അമ്മയുടെ പേര് തന്നെ, ശ്രീജ രവി. She's my everything. Yeah. She's my teacher, my mother first. So yeah. Amma nu parayumbol thana she's my everything. I don't have anything else to say. Yeah. ഇത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ വീട്ടിൽ അമ്മയ്ക്കായിരിക്കും മോൾക്കായിരിക്കും, അമ്മയുടെ സിനിമയാണെങ്കിലും മകളുടെ സിനിമയാണെങ്കിലും ആദ്യം കാണാനുള്ള ഒരു ത്വര ഒരു ഇങ്ങോട്ട് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അമ്മയുടെ സിനിമ കാണുമ്പോൾ I'll be very excited. ഇന്നലെ ഏക സോങ് റിലീസ് ആയപ്പോൾ ഷി വാസ് സോ ഹാപ്പി. എടുത്തിട്ട് ഷി വാസ് ലൈക്ക് അയ്യോ അച്ഛനുണ്ടെങ്കിൽ ഷി വുഡ് ഹാവ് ബീൻ വെരി ഹാപ്പി എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടായിരുന്നു ഉണ്ടായത്. ആൻഡ് ഐ തിങ്ക് ഷി കോൺടാക്റ്റഡ് ജു ഓൾസോ. ഷി വാസ് സോ ഹാപ്പി. ഷി വാസ് വെരി ഹാപ്പി. ഓക്കെ ഓക്കെ. ഇനി വേറെ ആരുടെ പേര് ചോദിക്കണം ഞാൻ? തരുൺ മൂർത്തി. സിമ്പിൾ, ഹമ്പിൾ, എന്താ പറയാ ഒരു ബബിൾ. സാധാരണ പക്ഷെ നല്ല സ്നേഹമാണ്, അടിപൊളി. എല്ലാവരും ഇപ്പം ആദ്യമായിട്ട് വരുന്നവരെ നല്ല രീതിയിൽ കെയർ ചെയ്യും. അങ്ങനെ വളരെ കംഫർട്ട് ആയിരുന്നു അതെ, comfort അല്ലേ? ഓക്കെ ഓക്കെ. അടുത്തത് സൗബിൻ ഷാഹിർ. What about Saubin Shahir? Yes, you should say. I mean, there's lots to say about Saubin Shahir. ഒരുമിച്ച് we were broke, പൈസ ഇല്ലായിരുന്നു. ഒരുമിച്ച് വെറുതെ നടന്ന് മറ്റേ ഡാറ്റഡിയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് നടക്കുന്നുണ്ട് ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ. അപ്പോൾ ഐ റിമെമ്പർ എനിക്ക് ഇവനും എന്താ പറയുക വളരെ ആഗ്രഹത്തോടെ സിനിമയിലേക്ക് വരാൻ, നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും രീതിയിൽ റെലവൻ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊരു എന്താ പറയുക ഒരുമിച്ചുള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ ബ്രദർ, ഓൾവേസ് ഓൺ കോൾ എനി ടൈം. ഓക്കെ. ഇപ്പോഴും ഈ സിനിമയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും സിനിമയുടെ പുറത്തുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമുക്ക് ലൈഫിൽ പല പ്രോബ്ലംസ് വരുമ്പോഴും ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തന്നെ എപ്പോഴും എല്ലാവരും എപ്പോഴും ഉണ്ടാവും കൂടെ. എവറിബഡീസ് കോൾ അവേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചെക്ക് ചെയ്യും, എല്ലാം ഓക്കെ അല്ലേ, തമ്മിൽ എല്ലാവരും എപ്പോഴും എന്താ പറയാ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് കൂട്ടുകാർ തമ്മിൽ എല്ലാവർക്കും. ഞാൻ ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അവനാണെങ്കിലും വിളിക്കും അല്ലെങ്കിൽ ഐ ബിലീവ് അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ് ഈച്ച് അതർ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെയറിംഗ് ആണ് എല്ലാവരും. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലേ? ഇനി നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്തും കൂടെ ചോദിക്കാൻ, രണ്ടുപേർക്കും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാം. ശ്രീനാഥ് ഭാസി. അത് വേണം. ഇരിക്കട്ടെ, അവരെന്താ പറയണെന്ന് നമുക്ക് ലൈവായിട്ട് കേൾക്കാലോ. ലുക്ക് കൊടുത്ത് പാവം പിള്ളേരെ പേടിപ്പിക്കരുത്, അവര് പറയട്ടെ. He's highly talented. He's a great artist. Like സെറ്റിൽ വരുമ്പോ തന്നെ കുറെ സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ഷോർട്സ് തീരും. തീർന്നോ ഇത്ര നെക്സ്റ്റ് ഡേ കോൾ മീ. സോ ഐ ബി ലൈക്ക് ഇത്ര വേഗം തീർന്നോ. ആൻഡ് കോമ്പിനേഷൻ സീൻ ഉണ്ടായ സമയത്തും പോലും ഹി വാസ് വെരി സ്വീറ്റ്, വെരി ഫാസ്റ്റ്, വെരി സ്പോണ്ടേനിയസ് ആൻഡ് വളരെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ്. ഞാൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് ഐ ലവ്ഡ് ഇറ്റ്. തമിഴില് കുറെ ഇവിടത്തെക്കാളും കുറെ ഫാൻസ് അവിടെ ഉണ്ട്. ആൻഡ് ഞാനൊരിക്കൽ പോസ്റ്റ് എന്തോ ചെയ്തപ്പോ പൂജയുടെ ഫോട്ടോ എന്തോ ഇട്ടപ്പോ കുറെ കമന്റ്സ് അതില് നമ്മ സുഭാഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. മൾട്ടി ടാലന്റഡ്. അത് നമുക്ക് ഓരോ ലെവലിൽ കാണാലോ. ശ്രീനാഥ് എത്ര കൂളായിട്ടാണ് ഓരോ കഥാപാത്രത്തിനെയും ഹാൻഡിൽ ചെയ്യണത്. എന്താ ആക്ഷനില് ആള് മാറും. ഞെട്ടിപ്പിച്ചോ ശ്രീനാഥ് ഇതിനകത്തെ? അതുവരെ കൂടെ മച്ചാന്ന് പറഞ്ഞോണ്ട് നിന്ന മനുഷ്യൻ ടേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ ജോ ടേക്ക് പറയുമ്പോ മാറി. അങ്ങനെ ഞെട്ടിപ്പിച്ചു. തീർച്ചയായും. ഓക്കെ. ഈ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മഞ്ഞുമല്
കാണുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടായിരുന്നല്ലോ റിലീസ്. ഓക്കെ താങ്ക് യു സോ മച്ച്. ആസാദിക്ക് എല്ലാവിധ വിഷസും. കുറേ നാൾക്ക് മുമ്പേ തൊട്ട് ആസാദി ഷൂട്ട് ചെയ്ത് അതിന്റെ വർക്കും കാര്യങ്ങളെല്ലാം വന്നോണ്ടിരിക്കുകയാണ്. ഫൈനലി ഹിറ്റ് ചെയ്യാൻ പോണു 9th നമ്മുടെ തിയേറ്ററിൽ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളൊക്കെ കണ്ടിട്ട് ഇനി നേരിട്ട് പറയാം. ഓക്കെ, Thank you so much. താങ്ക് യു.